ഹലോ മൈ ചങ്സ്, ഹവ് യു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓർമ്മ, മറവി എന്നീ ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പം സംഖ്യകൾ നമ്മുടെ ഓർമ്മയിൽ നിലനിർത്താൻ സഹായിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ചങ്കിങ് എന്നാണ് പറഞ്ഞത്. എന്താണ്? സംഖ്യകളെ നമ്മുടെ ഓർമ്മയിൽ നിലനിർത്താൻ സഹായിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ചങ്കിങ് എന്നാണ്. സംഖ്യകൾ ഓർമ്മയ്ക്ക് നിലനിർത്തുന്നു, ചങ്കിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മെമ്മറി ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്നതാണ് അക്രോണിംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതി അക്രോണിംസ്. ഇനി ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു വാക്യമാണ് എങ്കിൽ നമ്മൾക്ക് പറയുന്ന പേരാണ് അക്രോസ്റ്റിക്സ് എന്നാണ്. എന്താണ്? അക്രോസ്റ്റിക്സ്. അപ്പോൾ ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു വാക്യം നിർമ്മിക്കുന്ന രീതിയാണ് അക്രോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യകൾ ഓർമ്മയിൽ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയാണ് ചങ്കിങ് എന്ന് പറഞ്ഞത്. ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതി അക്രോണിംസ്. ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു വാക്യം നിർമ്മിക്കുന്ന രീതി അക്രോസ്റ്റിക്സ്. അക്രോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായ ഒരു വാക്യമാണ്. അടുത്തത് ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് എബിംഗ്ഹാസ് ആണ്. ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് എബിംഗ്ഹാസ്. ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് എബിംഗ്ഹാസ്. വുഡ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഓർമ്മയിൽ എത്ര അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട്? 4 അടിസ്ഥാന ഘടകങ്ങളാണ് വുഡ്വർത്തിന്റെ അഭിപ്രായ പ്രകാരം. ആരുടെ അഭിപ്രായ പ്രകാരം? വുഡ്വർത്ത്. പക്ഷെ ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് ആരാണ്? എബിംഗ്ഹാസ് ആണ്. ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് എബിംഗ്ഹാസ് ആണ്. വുഡ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഓർമ്മയിൽ എത്ര അടിസ്ഥാന ഘടകങ്ങളുണ്ട്? 4 അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് പഠനം അഥവാ ലേണിംഗ് എന്ന് പറയുന്നത്. പഠനം അഥവാ ലേണിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് വുഡ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് പഠനം. ഇനി ധാരണ അഥവാ നിലനിർത്തലാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് ഈ വുഡ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഓർമ്മയിൽ 4 അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ആണ് പഠനം. രണ്ടാമത്തതാണ് ധാരണ അഥവാ നിലനിർത്തൽ, റിട്ടൻഷൻ എന്നാണ് പറയുന്നത്. ധാരണ അഥവാ നിലനിർത്തൽ. മൂന്നാമത്തതാണ് നമ്മൾക്ക് റീകോളിംഗ് അഥവാ അനുസ്മരണം അഥവാ പുനസ്മരണ എന്നൊക്കെ പറയുന്നത്. പഠനം, ധാരണ, അനുസ്മരണം. നാലാമത്തതാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞ റെക്കഗ്നിഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ലേണിംഗ്, റിട്ടൻഷൻ, റീകോളിംഗ്, റെക്കഗ്നിഷൻ. ലേണിംഗ്, റിട്ടൻഷൻ, റീകോളിംഗ്, റെക്കഗ്നിഷൻ. അപ്പൊ എന്നോടൊപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വുഡ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഓർമ്മയിൽ 4 അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട്. ഒന്നാമത്തത് പഠനം, രണ്ടാമത്തത് ധാരണ അഥവാ നിലനിർത്തൽ അഥവാ റിട്ടൻഷൻ, മൂന്നാമത്തത് അനുസ്മരണം അഥവാ പുനസ്മരണ അഥവാ റീകോളിംഗ്, നാലാമത്തത് റെക്കഗ്നിഷൻ അഥവാ തിരിച്ചറിവ്. പഠനം, ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ ഒന്നാമത്തെ കേസാണ് പഠനം. ഇന്ദ്രിയ അനുഭവങ്ങൾ, നമ്മൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൂടെ നമ്മൾക്ക് കിട്ടുന്ന അനുഭവം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് അഥവാ പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ വ്യക്തമായി വീണ്ടും ഉണ്ടാവണമെങ്കിൽ ശക്തമായ വിധത്തിൽ അവ മനസ്സിൽ പതിയണം. ഇപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ നാക്കുകൊണ്ട് പറയും, അല്ലെങ്കിൽ ചെവി കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എഴുതി പഠിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അതിനകത്തോട് അങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് ആണല്ലോ. അപ്പൊ അത് നമുക്ക് ശക്തമായിട്ട് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. അതാണ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ധാരണ എന്ന് പറയുന്നത് അഥവാ നിലനിർത്തൽ എന്ന് പറയുന്നത്, ധാരണ അഥവാ നിലനിർത്തൽ എന്ന് പറയുന്നത് മനസ്സിൽ നമ്മൾക്ക് ഇവിടെ പതിപ്പിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് അഥവാ പഠനത്തിൽ നമ്മൾ മനസ്സിൽ പതിപ്പിച്ചു. ഈ മനസ്സിൽ പതിയുന്ന ആശയങ്ങൾ വിട്ടുപോകാതെ സൂക്ഷിക്കുന്നതാണ് ധാരണ.
അപ്പം നേടിയ അനുഭവങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ധാരണ അഥവാ നിലനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ്, അല്ലെങ്കിൽ റിട്ടൻഷൻ എന്നൊക്കെ പറയുന്ന സംഭവം. അതായത് നമ്മൾക്ക് മനസ്സിൽ നമ്മൾ ആശയങ്ങൾ പതിപ്പിച്ചു, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ വിട്ടുപോവാതെ സൂക്ഷിക്കുന്നതാണ് ധാരണ. നേടിയ അനുഭവങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതിൻ്റെ അത്യാവശ്യമാണ് ധാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അനുസ്മരണ എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മളിപ്പം ഹൃദയസ്ഥമാക്കിയ കാര്യങ്ങളുടെ പുനരാവിഷ്കാരമാണ്. അതായത് നമ്മൾ വീണ്ടും റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്നുകൂടെ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നൊക്കെ പറയുന്നതാണ് അനുസ്മരണം എന്ന് പറഞ്ഞത്. ഹൃദയസ്ഥമാക്കിയ കാര്യങ്ങളുടെ പുനരാവിഷ്കാരമാണ് അനുസ്മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയങ്ങളെ തിരികെ ബോധമണ്ഡലത്തിൽ കൊണ്ടുവരുന്ന പ്രക്രിയ. ഇപ്പം നമ്മളൊരു കാര്യം പഠിച്ചു, അത് നമ്മുടെ മനസ്സിലേക്ക് പോയി, ആ മനസ്സിലുണ്ട്, ആ മനസ്സിൽ നിന്ന് വീണ്ടും നമ്മൾ എടുത്ത് നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് ഏത്? അനുസ്മരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നോക്കത്തില്ലേ, മനസ്സിൽ പതിയുന്ന ആശയങ്ങൾ വിട്ടുപോകാതെ സൂക്ഷിക്കുന്നതാണ് ധാരണ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പേപ്പറിനകത്തൊക്കെ എഴുതി വെക്കുന്നതാവാം. അതെല്ലാം എന്താണ്? നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന മെത്തേഡ്സാണ്. ഇനി അനുസ്മരണം എന്താണ്? നമ്മൾ എഴുതി വെച്ച സംഭവങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ അതിനെ റീകോൾ ചെയ്യുന്ന സംഭവമാണ് അനുസ്മരണം. അതായത് തിരികെ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തത് തിരിച്ചറിവ് എന്ന് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്താണ് ബോധതലത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏതെന്ന രൂപത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് തിരിച്ചറിവ്. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് നോളജ് അക്വയർ ചെയ്തു, ആ നോളജിനെ നമ്മൾക്ക് ഒരിക്കലും മാറാത്ത രീതിയിൽ നമ്മൾ അതിനെ അനാലിസിസ് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്. അതായത് ബോധതലത്തിലേക്ക് കൊണ്ടുവന്നു കാര്യങ്ങൾ എല്ലാം ഏതെന്ന രൂപത്തിൽ, അതായത് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പം അതൊരു സെപ്പറേറ്റ് തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾക്ക് ആ പരീക്ഷയ്ക്കകത്ത് എഴുതി അതിന് വ്യക്തമായിട്ടുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്കകത്തൊരു റിസൾട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളത് പരീക്ഷയ്ക്കകത്ത് എഴുതി മാർക്ക് വാങ്ങിക്കുന്നു. അതിനെ നമുക്ക് ആ എഴുതണമെങ്കിൽ നമ്മൾക്ക് എന്ത് കൊണ്ടുവരണം? നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ എഴുതിയെങ്കിൽ മാത്രമേ, ആ ചോദ്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ആൻസർ എഴുതിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ റീകോളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയിട്ട് കൊണ്ടുവന്നു, അതിനെ വീണ്ടും വ്യക്തമായിട്ട് ഏത് രൂപത്തിലെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. പലരും എന്ത് ചെയ്യും? പല കാര്യങ്ങളും ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടിട്ട് പോകും. അവർക്ക് പിന്നീട് റീകോൾ ചെയ്യാനോ റിവിഷൻ ചെയ്യാനോ ഉള്ളൊന്നും സമയമില്ലാത്തത് കൊണ്ട് പരീക്ഷാ ഹോൾ വെച്ച് എന്ത് സംഭവിക്കും? കൺഫ്യൂഷൻ സംഭവിക്കും. അപ്പം നമ്മൾ വ്യക്തമായിട്ടൊരു പഠനത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ 4 രീതിയിലാണ് ആ പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലേണിംഗ് ആണ്, അത് നമ്മൾക്ക് മനസ്സിൽ പതിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന സംഭവം എന്താണ്? ആ മനസ്സിലേക്ക് നിലനിർത്താൻ വേണ്ടി നമ്മൾ എഴുതിയ രീതിയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലേക്ക് നിലനിർത്തുന്നു. ദെൻ അതിനെ റീകോൾ ചെയ്യുന്നു. ദെൻ ആ റീകോൾ ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ബോധതലത്തിലേക്ക് എഗെയിൻ കൊണ്ടുവന്ന് നമ്മൾക്ക് എല്ലാം വ്യക്തമായി ചോദിക്കുന്നത് അതിനനുസരിച്ച്, അതായത് നമ്മൾക്ക് അറിവാണ് നമ്മൾ ആർജിക്കുന്നത്, അതിനെ നമ്മൾ തിരിച്ചറിവായി മാറ്റുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മൾക്ക് എന്ത് പറയുന്നത്? ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഓർമ്മയുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്മരണയിൽ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പുനഃസ്മരിക്കുന്നതുമായ മുൻ അനുഭവങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച അറിവിനെ നമ്മൾ ഓർമ്മയിൽ നിലനിർത്തണം, അതിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സൂടെ ചേർന്നതാണ് ആക്ച്വലി എന്ത്? ഈ തിരിച്ചറിവ് എന്നാണ് പറയുന്നത്. ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് തിരിച്ചറിവ്. അപ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിലായാലും പരീക്ഷയിലായാലും ഒക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി പഠനം, നമ്മൾക്ക് എല്ലാവർക്കും കാണുന്നൊരു പ്രത്യേകതയാണ്. ഇപ്പം ഇന്ന് ഒരു 25-ാം തീയതിയാണ്, 25 നമ്മുടെ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. അന്ന് വൈകിട്ട് 3:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷ കഴിഞ്ഞു. ഈ 3:30 തൊട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ കാര്യം കഴിയുമ്പോൾ ചെറുതെ നമ്മൾ എന്ത് ചെയ്യും? ആ പഠനത്തിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ പരീക്ഷയുടെ പ്രശ്നമാണ്, അല്ല. ഈ പഠനം നമ്മളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എന്തും തുടങ്ങുന്നുണ്ട്? മറവിയും തുടങ്ങുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് മറവിയുണ്ട്. അപ്പം ഈ പഠനം അവസാനിച്ച ഉടൻ തന്നെ മറവിയും തുടങ്ങുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും എബിംഗ് ഹാസ് ആണ് പഠനം അവസാനിച്ച ഉടൻ തന്നെ മറവിയും തുടങ്ങുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്. പഠനം അവസാനിച്ച ഉടനെ മറവിയും തുടങ്ങുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എബിംഗ്ഹാസ്. അപ്പോൾ തിരിച്ചറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധതലത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എല്ലാം ഏത് രൂപത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നു, തിരിച്ചറിവെന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി പഠനം അവസാനിച്ചു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് മറവിയും തുടങ്ങുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എബിംഗ്ഹാസ് ആണ്.
ഇനി മറവിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആണ് നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നിരുപയോഗ സിദ്ധാന്തം എന്താണ്? നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. അപ്പൊ മറവിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. നിരുപയോഗം തിയറി ഓഫ് ഡിസ്യൂസ് എന്നാണ് പറയുന്നത്. തിയറി ഓഫ് ഡിസ്യൂസ്, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കാലക്രമേണ മറവി സംഭവിക്കുന്നതാണ് തിയറി ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത്. നിരുപയോഗ സിദ്ധാന്തം, തിയറി ഓഫ് ഡിസ്യൂസ്. പ്രതിപ്രവർത്തിത സിദ്ധാന്തം എന്ന് പറഞ്ഞത് ലോ ഓഫ് ഇന്റർഫറൻസ് എന്നാണ് പറഞ്ഞത്. പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ലോ ഓഫ് ഇന്റർഫറൻസ്, അതായത് പഠനഫലങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് മറവി സംഭവിക്കുന്നുണ്ട്. പ്രതിപ്രവർത്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? മറവി സംഭവിക്കുന്നു. പഠനഫലങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് മറവി സംഭവിക്കുന്നുണ്ട്. ദമന സിദ്ധാന്തം അഥവാ റിപ്രഷൻ, ലോ ഓഫ് റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് ദമന സിദ്ധാന്തം, റിപ്രഷൻ. അതായത് എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ്, എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള സിദ്ധാന്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ദമന സിദ്ധാന്തത്തിനെ മാത്രമേ ഉള്ളൂ. എന്താണ് ദമന സിദ്ധാന്തം? എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദമന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് റിപ്രഷൻ ആണ്. അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മറവി പോവാം. ഓർ ഇന്റർഫറൻസ്, അതായത് പ്രതിപ്രവർത്തിത സിദ്ധാന്തം എന്ന് പറയുന്നത്, അതായത് പഠന ഫലങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് മറവികൾ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. ഇനി ദമന സിദ്ധാന്തം അഥവാ റിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്രഷൻ, അത് എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ്, ദമന സിദ്ധാന്തം, അതായത് അടിച്ചമർത്തൽ മൂലവും എന്ത് ചെയ്യാവുന്നതാണ്? മറവിയൊക്കെ ഉണ്ടാവാം എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. അപ്പൊ അതിന്റെ മൂന്നിന്റെയും നിങ്ങൾ പേര് ഓർത്ത് വെച്ചേക്കണം. റിപ്രഷൻ, അടിച്ചമർത്തൽ. എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല, അങ്ങനെ നമുക്ക് ഒരുത്തരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. ഇനി മറവിക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വിരസമായ പഠന ബോധന രീതികൾ, വിരസമായ പഠന ബോധന രീതികൾ നമ്മൾക്ക് മറവിക്കുള്ള ഒരു കാരണമാണ്. ദെൻ മസ്തിഷ്കത്തിലെ സ്മൃതി പദത്തിന് എന്തെങ്കിലും നമ്മൾക്ക് ഓർമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും ക്ഷയങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് മറവിക്കുള്ള കാരണം ഉണ്ടാവും. ഭയം, കോപം, ശക്തമായ വികാരങ്ങൾ. നമ്മൾ ആൾക്കാർ പറയത്തില്ലേ, വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മളതെല്ലാം മറന്നു പോകും എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയത്തില്ലേ. അപ്പം ഭയം, കോപം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറവി ഉണ്ടാവും. സംശയങ്ങൾ യഥാസമയം പരിഹരിക്കാതെ വരിക. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തുണ്ടാവും? മറവിക്കുണ്ടാവുന്ന കാരണമാകും. പിന്നെ പഠന വസ്തുക്കളുടെ സ്വഭാവവും വിഷമകരവും, അതായത് ടഫായിട്ടുള്ള ടോപ്പിക്കൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ അതൊന്നും ഒരു മീനിങ് ഫുൾ അല്ലാതെ ചില സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ നമുക്ക് അങ്ങനെ ഫീലിംഗ് തോന്നാറില്ലേ? അപ്പം അത് മറവിക്കുള്ള ഒരു കാരണം തന്നെയാണ്. അപ്പം വിരസമായിട്ടുള്ള പഠന ബോധന രീതികൾ, അതായത് നല്ലതായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് അല്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. മസ്തിഷ്കത്തിലെ സ്മൃതി പദത്തിന് ക്ഷയം സംഭവിക്കുക, മസ്തിഷ്കത്തിലെ സ്മൃതി പദത്തിന് ക്ഷയം സംഭവിക്കുക. ഭയം, കോപം, ശക്തമായ വികാരങ്ങൾ എന്നിവ ഉണ്ടാവുക. സംശയങ്ങൾ യഥാസമയം പരിഹരിക്കാതെ ഇരുന്നാലും മറവിക്ക് കാരണമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. പഠന വസ്തുക്കളും സ്വഭാവവും വിഷമകരവും അർത്ഥമല്ലാത്തതുമായിരുന്നു കഴിഞ്ഞാൽ അത് മറവിക്കുള്ള കാരണം. അപ്പം വിരസമായ പഠനബോധന രീതികൾ, മസ്തിഷ്കത്തിലെ സ്മൃതിപഥത്തിന് ക്ഷയം സംഭവിക്കുക, ഭയം, കോപം, ശക്തമായ വികാരങ്ങൾ ഉണ്ടാവുക, സംശയങ്ങൾ യഥാസമയം പരിഹരിക്കാതെ വരിക, പഠന വസ്തുക്കളുടെ സ്വഭാവവും വിഷമകരവും അർത്ഥമില്ലാത്തതും ആയിരിക്കുക. ഇതെല്ലാം മറവിക്കുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി മനഃപൂർവ്വം ഉണ്ടാകുന്ന മറവി എന്ന് പറഞ്ഞിരിക്കുന്നത് സജീവ മറവി ആണ്. മനഃപൂർവ്വമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മറവി ഉണ്ടല്ലോ, നമ്മൾ മറന്നായിട്ടൊക്കെ അഭിനയിക്കുക, മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സജീവ മറവി. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മറവിയാണ് നിഷ്ക്രിയ മറവി എന്ന് പറയുക. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മറവി സജീവ മറവി, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മറവി നിഷ്ക്രിയമായിട്ടുള്ള മറവി ആണ്. അപ്പൊ മറവിക്കുള്ള കാരണങ്ങൾ വിരസമായ പഠനബോധന രീതികൾ, മസ്തിഷ്കത്തിലെ സ്മൃതിപഥത്തിന് ക്ഷയം സംഭവിക്കുക,
ഭയം, കോപം, ശക്തമായ വികാരങ്ങൾ ഉണ്ടാവുക, സംശയങ്ങൾ യഥാസമയം പരിഹരിക്കാതെ വരിക, പഠന വസ്തുക്കളുടെ സ്വഭാവവും വിഷമകരവും അർത്ഥമല്ലാത്തതും ആയിരിക്കാം. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മറവിയാണെങ്കിൽ സജീവ മറവി, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മറവിയാണെങ്കിൽ നിഷ്ക്രിയ മറവി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് SCRT ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള PDF ഒക്കെ വേണമെങ്കിൽ അവൈലബിൾ ആണ്. SCRTയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും PYQ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് 249 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കൂടാതെ LPUPയുടെ ലൈവ് ബാച്ചസോ ഓർ LDCയുടെ ബാച്ചസോ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.